ആദ്യം പരിചയപ്പെടുത്തുന്നത് 35mm ഇൻഡോർ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. ഹെവി ഡെൻസിറ്റി ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ഇൻഡോർ ആർട്ടിഫിഷ്യൽ ഗ്രാസ് 35mm. നമുക്ക് ഇൻഡോറിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ക്വാളിറ്റിയാണ് ഇൻഡോർ ആർട്ടിഫിഷ്യൽ ഗ്രാസ്. നെക്സ്റ്റ് കാറ്റഗറി 25mm ഇൻഡോർ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. 25mm പ്രധാനമായും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇൻഡോറിലേക്കാണ്. ഇൻഡോറിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും 25mm ഇൻഡോർ ആർട്ടിഫിഷ്യൽ ഗ്രാസ്. ഔട്ട്ഡോർ ഗ്രാസിനെ കമ്പയർ ചെയ്യുന്നതിലും കുറച്ച് ലൈറ്റ് ഷെയ്ഡായിരിക്കും ഇൻഡോർ ആർട്ടിഫിഷ്യൽ ഗ്രാസ്. നെക്സ്റ്റ് കാറ്റഗറി 25mm ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പ് ഗ്രാസ്. ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്ഡോറിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനും ലാൻഡ്സ്കേപ്പ് ചെയ്യാനും 35mm അത്രയും തിക്നെസ് ഇല്ലാത്തൊരു ലാൻഡ്സ്കേപ്പ് ഗ്രാസാണ് ഇട്ടത്. കളർ ഡ്യൂറബിലിറ്റി പറഞ്ഞ പ്രകാരം എത്ര വെയിൽ കൊണ്ടാലും അതിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. UV പ്രൊട്ടക്റ്റ് ചെയ്ത 25mm ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് കാർപ്പറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറി 35mm ഔട്ട്ഡോർ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കേട്ടോ. നമുക്കത് ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പ് ചെയ്യാനും ഗാർഡൻ സെറ്റ് ചെയ്യാനും UV പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസ് 35mm. എത്ര കാലത്ത് വെയിലെടുത്ത് കിടന്നാലും അതിൻ്റെ കളറിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. UV പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞാൽ UV കോട്ടഡ് ആണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ്. കളറിൻ്റെ ഡ്യൂറബിലിറ്റി ഒരുപാട് നാൾ ഈടും. 25mm 35mm കൂടാതെ നമുക്ക് 40mm ആർട്ടിഫിഷ്യൽ ഗ്രാസ് അവൈലബിൾ ആണ്. 40mm എന്ന് പറയുമ്പോൾ കൂടുതൽ കോട്ടിയാട് സെറ്റ് ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. അത് നമുക്ക് ഇൻറ്റീരിയലും എക്സ്റ്റീരിയലും യൂസ് ചെയ്യാൻ പറ്റിയ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അവൈലബിൾ ആണ്. 40mm നമുക്ക് അവൈലബിൾ ആണ്. 25mm